ഹായ്, എല്ലാവർക്കും കിച്ചൺ ഹണ്ടിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സീറയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി 3 ഏത്തപ്പഴം, 4 ഏലക്ക പൊടിച്ചത്, 6 ടേബിൾ സ്പൂൺ പഞ്ചസാര, 20 കശുവണ്ടി, രണ്ടായിട്ടുള്ളതാണ്. മുഴുവത്തോടെ ഉള്ളതാണെങ്കിൽ 10 എണ്ണം മതി. ഉണക്കമുന്തിരി 20 എണ്ണം, 6 ടീസ്പൂൺ വെള്ളക്കസസ് കഴുകി വെള്ളം പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഏത്തപ്പഴം അരിഞ്ഞെടുക്കാം. ഏത്തപ്പഴം കശുവണ്ടി സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞെടുക്കാം. പഴം നമുക്ക് ഇങ്ങനെയാണ് അരിയേണ്ടത്. രണ്ടാക്കിയിട്ട് ഈ പകുതിയും രണ്ടാക്കി എടുക്കണം. ഇത്ര മതി, ഒരുപാട് വലുതും വേണ്ട, തീരെ ചെറുതാകരുത്, ഈ സൈസ് മതി. ബാക്കിയുള്ളതെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം. പഴം ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു മുറി തേങ്ങയും വേണം. വലിയ മുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കശുവണ്ടി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തീരെ പൊടിയണ്ട, നമുക്ക് കടിക്കാൻ പാകത്തിന് മതി. നമുക്കിത് പാകം ചെയ്തെടുക്കാം. നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല നെയ്യ് ചേർക്കണം. നല്ല നെയ്യ് എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ. ഇതിലേക്ക് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കണം. തീ സിമ്മിലിട്ടിട്ടാണ് ചേർക്കാൻ. നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ തേങ്ങ ഇവിടെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് മൂക്കണ്ട, ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കശുവണ്ടി ചേർക്കാം. കശുവണ്ടി, ഉണക്കമുന്തിരി, ഏലക്കപ്പൊടി, വെള്ളക്കസസ് കഴുകി വെള്ളം പോയതാണ്, വെള്ളത്തോട് ചേർക്കരുത്. നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ തേങ്ങ ഇവിടെ മൂത്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഏലക്കേൻ്റെ. നമ്മുടെ തേങ്ങ കസസും ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കണം. പഴം ചേർത്ത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമ്മുടെ മധുരം അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് കഴിഞ്ഞ് മധുരം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ഒഴിച്ച് വേവിക്കണം. പഴവും പഞ്ചസാര ഇതൊക്കെ ഒന്ന് നന്നായി മിക്സ് ആയ ശേഷം മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഇതൊന്നും ഇതായി വന്നിട്ടുണ്ട്.
അതിലേക്ക് വെള്ളം ചേർക്കുന്നുണ്ട്. കുറച്ച് വെള്ളം മതി, ഒരുപാട് വേണ്ട. നമുക്ക് ഈ പഴവും തേങ്ങ ഇതൊക്കെ എല്ലാം ഒന്ന് വെന്ത് വരണം, അതിന് വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഒരു ബൗൾ വെള്ളം ഒഴിച്ചു. നമുക്കത് പോരാ. ഞാനിപ്പോൾ ഒരു 3 ബൗൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് വെള്ളം വേണ്ടത്, ഈ പാകം മതി. ഇതൊന്ന് ഇനി നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. നമ്മുടെ സീറ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നന്നായി തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇതൊന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. പഴത്തിന് പകരം നമുക്ക് പഴുത്ത ചക്കയിലും ഉണ്ടാക്കാവുന്നതാണ്. അത് സെയിം ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. നമുക്കിതൊന്നും കൂടി ഒന്ന് വേവാനുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം, പഴം എന്തോന്ന്. ഇവിടെ വെള്ളമൊക്കെ വറ്റിയില്ല, പഴമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്തെടുക്കാം. നമ്മുടെ സീറ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടെ വേണമെങ്കിൽ ചൂടോടെ ഉപയോഗിക്കാം. തണുത്തതാണ് ഇഷ്ടമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ ഇത് നമുക്ക് ചക്കയിലും ഉണ്ടാക്കുന്നതാണ്, ചക്കപ്പഴത്തിൽ ഇതേപോലെ തന്നെ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത റെസിപ്പി നമുക്ക് വീണ്ടും കാണാം. ശുഭദിനം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.